വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാരൂസ് മോം. ഞാൻ ആതിര. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലാണ്ട് ഓവറായിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ. അതുപോലെ ഇതിന് സ്പോഞ്ചോ ബ്രഷോ ഒന്നും വേണ്ട. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യണത്. ചിലത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും, എന്നാൽ കൂടി നിങ്ങൾ ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം വേറെയാണ്. മേക്കപ്പ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മുഖമൊക്കെ വാഷ് ചെയ്ത ശേഷം ഞാൻ വന്നു കേട്ടോ. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ജസ്റ്റ് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അത് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സ്പ്രേ ബോട്ടിൽ ഇനി ഞാൻ എൻ്റെ മുഖത്ത് യൂസ് ചെയ്യുന്ന ക്രീം എന്താ വെച്ചാൽ ഗ്ലാമപ്പാണ് കേട്ടോ. ഗ്ലാമപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഫെയർ ലവ്ലി പോൺസിൻ്റെ ക്രീം അതേതായാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഗ്ലാമപ്പ് ഒരു മേക്കപ്പ് ലുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഗ്ലാമപ്പ് യൂസ് ചെയ്തോളൂ. ക്രീമൊക്കെ ഇട്ടു കേട്ടോ. ഇനി ഞാൻ പിരികം കുറച്ച് കട്ടി കൂട്ടാൻ പോവാണ്. എൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അതൊന്ന് കുറച്ച് കട്ടി കൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബഡ്സാണ് എടുത്തിരിക്കുന്നത് പിരികം എഴുതാൻ വേണ്ടിയിട്ട്. പിരികം എഴുതല്ല, നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്, ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ഏത് കാജലാണോ ഉപയോഗിക്കുന്നത് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അതെ പിരികം ഞാൻ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്രീം നമ്മൾ മുമ്പ് ഉപയോഗിച്ച ക്രീമില്ലേ, ആ ക്രീം എടുത്തിട്ട് ജസ്റ്റ് പിരികത്തിൻ്റെ അടിയിലും മുകളിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പിരികം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാധാ പൗഡർ, നമ്മൾ സിമ്പിൾ മേക്കപ്പാണ്, അഫോർഡബിൾ ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ പൗഡർ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ണിൻ്റെ മേലെ നേരിയതായിട്ടുള്ള ഒരു ഐ ഷാഡോ ഇടാൻ പോവാണ്. എഴുതാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമുക്ക്
ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം, ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ മസ്കാര യൂസ് അപ്പോൾ കണ്ണ് ഞാൻ എഴുതി കഴിഞ്ഞു. ഇത്രയും ഞാൻ ചെയ്യണുള്ളൂ. ഇനി നമ്മൾ പൊട്ട് തൊടുകയാണ്. പൊട്ട് ഞാൻ ഐലൈനർ കൊണ്ടാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് പൗഡർ എടുക്കുക. നിങ്ങൾ ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല. പൗഡർ എടുത്ത ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് പൗഡറിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഒന്ന് ചുണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടതായിട്ട് തോന്നില്ല, ഇത് കയ്യുമൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ജസ്റ്റ് ഈ മുമ്പിലത്തെ മുടി ഒന്ന് ഇവിടെ ഒന്ന് സ്ലൈഡ് കുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മേക്കപ്പ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മേക്കപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.